സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഏകദേശം 50 ദിവസമായി വീഡിയോ ചെയ്തിട്ട്. സോ ഈ 50 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട്. ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ചെറ്റത്തരങ്ങളും നല്ല കാര്യങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യനായിട്ടുള്ള ഡീല്, ഓക്കെ, വ്യാപാര കരാറ് വരെ വന്ന് നിൽക്കണു. സോ മാർക്കറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡ് നമുക്ക് ടെക്നിക്കൽ അനലൈസിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. സോ ഗോൾഡ് ഇപ്പോൾ മൊത്തം ഫണ്ടമെൻ്റലി ആണ് മൂവ് ചെയ്യുന്നത്. സോ ഗോൾഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ 1 ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. 1 ഡേ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗോൾഡ് ഏകദേശം മുകളിലോട്ട് തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പണ്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡിൽ ഗ്യാപ്പ് അപ്പുകളും ഗ്യാപ്പ് ഡൗൺ ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പുകളും വളരെ കൂടി വരുന്നുണ്ട്. സോ മാർക്കറ്റിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വരുന്നതിന് ഭാഗമായിട്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഫോം ആവുന്നത്. മെയിൻ കാരണം ട്രംപ് തന്നെ. സോ എല്ലാവർക്കും അറിയാലോ അത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, സോ നമുക്ക് ഈ ഒരാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണ്. സോ ഈ വീഡിയോ വരുന്നത് മേ ബി ചൊവ്വാഴ്ച ആയിരിക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ മാർക്കറ്റിലുള്ള ഒരു സ്ട്രക്ചർ കാര്യങ്ങൾ ഒക്കെയാണ് മെയിൻലി നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ മെയിൻലി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ AUD USD വെച്ച് നോക്കാം. സോ നമ്മൾ ബേസിക്കലി 1 അവർ ചാർട്ടാണ് നോക്കൽ. സോ 1 അവർ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റ്. ഓക്കെ, ഡൗൺ ട്രെൻഡാണ്. സോ മാർക്കറ്റിൽ നമ്മൾ OBയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, സോ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഇവിടുന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. സോ ഇവിടുന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടുക മേലെയാണ്. സോ നമ്മൾ ഓർഡർ ബ്ലോക്ക് ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടുന്ന് മാർക്ക് ചെയ്യാം. സോ മാർക്കറ്റ് ആ OB എന്നുള്ള സ്ട്രക്ചറിലാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് നമുക്ക് ട്രേഡ് കിട്ടും എന്നുള്ളത്. കാരണം സ്ട്രക്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഹ്യൂജ് സ്ട്രക്ചറാണ് അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. സോ നമുക്ക് അവിടെ ജസ്റ്റ് ഒരു പോസിബിലിറ്റി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ട്രേഡ് കിട്ടുന്ന ഒരു ഓരോ ഉറപ്പുമില്ല. ഓക്കെ, സോ നമുക്ക് അടുത്തത് USD JPYയിലാണ്. USD JPYയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഡൗൺ സൈഡാണ് USD JPYയിൽ. സോ നമുക്ക് മാർക്കറ്റിൽ നല്ല നല്ല ട്രേഡ്സ് കിട്ടലുണ്ട്. സോ കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യലില്ല എന്നുള്ളൂ. സോ നമുക്ക് ട്രേഡ്സ് കിട്ടും. സോ ഇനി മുതൽ എല്ലാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. സോ നമ്മൾ AUD USD JPYയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരെണ്ണം മാർക്ക് ചെയ്യുക. സോ അത് ബ്രേക്കായി. അടുത്തത് ഇവിടെ മേലെ. സോ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്തു. സോ അതും ബ്രേക്കായി. സോ നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലാണ്. സോ ഈ അടിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നേരെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡൗൺ സൈഡ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ OB മാർക്ക് ചെയ്യുക. OB നമ്മൾ ഈ ഒരു ലെവലിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ ലെവലിൽ നമ്മൾ OB മാർക്ക് ചെയ്യുക. എന്നിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, മാർക്കറ്റിനെ വാച്ച് ചെയ്യാം. സോ ഇവിടെയും നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്യാം. ഓക്കെ, സോ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. സോ മെയിൻലി നമ്മൾ വാച്ച് ചെയ്യുന്നത് ഇവിടെ തന്നെയായിരിക്കും. ഓക്കെ, സോ ഈ വാച്ച് ചെയ്യുന്നതിൽ നമുക്ക് ഇവിടെയും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മാർക്കറ്റിൽ വോളിയം കുറവാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം 3 ദിവസമൊക്കെ പിടിക്കും 1 അവറിലെ ചാർട്ട് മേലെ എത്താൻ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ അടുത്ത് നമുക്ക് യൂറോ USD നല്ല കയറ്റം കയറിയിട്ടുണ്ട് എന്തായാലും മാർക്കറ്റ്. സോ യൂറോ USDൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡാണ് മാർക്കറ്റ്. സോ ഈ ഒരു സ്ട്രക്ചർ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഡൗൺ സൈഡ് കിട്ടി. സോ അടുത്ത സ്ട്രക്ചർ ഇവിടെ ഫോം ആയോ ചോദിച്ചു കഴിഞ്ഞാൽ ഫോം ആയിട്ടില്ല, അതൊരു വിക്കാണ്. സോ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ അത് നമ്മൾ എന്താണ് മാർക്ക് ചെയ്യുന്നില്ല. കാരണം ഇത്ര വലിയ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഡേയ്സ് പിടിക്കും അത് ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പഴയ പോലെ ഗോൾഡ് നമ്മൾ നോക്കാറേ ഇല്ല. സോ നമ്മൾ 1 ഡേയിൽ നോക്കി വെച്ചതാണ് ഗോൾഡ് കയറും എന്നുള്ളത്. സോ ഇതിൻ്റെ ഒരു ചാർട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗ്രൂപ്പിൽ. ഓക്കെ, സോ ഇതെന്തായാലും മേളിൽ എത്തുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. മാർക്കറ്റ് ഒന്ന് സംഭവിച്ച്, അതായത് ഇനി ന്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായാലും മേളിലെത്തും എന്നുള്ളത് ഉറപ്പാണ്.
സോ നമുക്ക് 1 hourക്ക് തന്നെ തിരിച്ചു വരാം. അതേപോലെ തന്നെ സിൽവർ നല്ലൊരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് സിൽവറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, സോ സിൽവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ഈ ചാനലിൽ തന്നെ ഇടാം. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ട്രേഡിംഗ് ഇല്ല. ഓക്കെ, സോ GBP/JPY അടുത്തത്. സോ GBP/JPYയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ 1 hourൽ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചർ കൂട്ടാതെ ആണെങ്കിൽ നമുക്ക് അപ് ട്രെൻഡാണ്, ഈ സ്ട്രക്ചർ കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡാണ്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് കറക്റ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇറങ്ങി വീണ്ടും വന്നു, വീണ്ടും റിവേഴ്സായി. സോ ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, സോ GBP/JPYയിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ട്രേഡ് എങ്ങനെ കിട്ടും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഇവിടെ. സോ മുകളിലെത്തിയിട്ടില്ല. ഓക്കെ, സോ അടുത്തത് ഇന്ത്യൻ മാർക്കറ്റിലെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ പിന്നെ നമ്മൾ നോക്കുന്നില്ല, കാരണം അത് 1 hourലൊന്നും കിട്ടില്ല. മെയിൻലി 15 minutesലും 5 minutesലൊക്കെയാണ് മാർക്കറ്റ് ഉള്ളത്. സോ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, സോ ബിറ്റ്കോയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ നമ്മൾ അങ്ങനെ നോക്കാറില്ല. ബിറ്റ്കോയിനൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാന്നുള്ള അവസ്ഥയാണ് ബിറ്റ്കോയിനൊക്കെ. സോ 1,25,000 കടന്നിരുന്ന ബിറ്റ്കോയിനാണ് ഇപ്പോൾ 70,000 കിടക്കുന്നത്. സോ ബിറ്റ്കോയിനും അത്ര സേഫ് അല്ല ട്രേഡ് ചെയ്യണത്. പിന്നെ GBP/USD നമ്മളെ മെയിൻ കറൻസി. സോ GBP/USD നോക്കുകയാണെന്നുണ്ടെങ്കിൽ GBP/USD നമുക്ക് മെയിൻ ഹൈ എന്ന് പറയുന്നത്, ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. സോ ഈ ഒരു ലെവലിൽ OB ഇവിടെ മാർക്ക് ചെയ്യാം. സോ ഈ ഒരു ലെവലാണ് നമുക്കുള്ളത്. സോ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് തരേണ്ടത്. സോ അതിന് മുമ്പ് നമുക്കൊരു ഇതുണ്ട്, അതായത് നമുക്കൊരു FEG ഉണ്ട് അതിൻ്റെ മുമ്പേ. സോ FEGയിൽ ഓർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, എന്നാലും നോക്കാം. സോ ഈ ഒരു FEG നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തായാലും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ്സ്. സോ ഓഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പരിമിതികൾ ഉണ്ടാവും, പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത്. സോ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മൾ അതും ചെയ്യാം. സോ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോബബ്ലി ചെയ്യുന്നത് ഭയങ്കര ഹാർഡാണ്, ഭയങ്കര റിസ്ക്കുമാണ്. കമ്പയർ ടു ഫോറക്സ് ഭയങ്കര റിസ്ക്കാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ. സോ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനി ഇറക്കുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നമ്മൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്. അതുവരയ്ക്കും ബൈ ബൈ.